പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ നോവൽ ഭാഗം പഠിക്കാം. സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം. മലയാള സാഹിത്യത്തിലെ പ്രമുഖയായ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുമാണ് സാറാ ജോസഫ്. കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയാണ്. അതായത് പെണ്ണെഴുത്തിൻ്റെ പ്രധാന സംഘാടക. ആട്ടിയകറ്റപ്പെട്ടവരുടെയും സമത്വം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങളാണ് അവരുടെ കൃതികളിൽ പ്രധാനമായി വരുന്നത്. ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ, ആദി, ആളോഹരി ആനന്ദം, ബുദ്ധിനി ഇതൊക്കെ അവരുടെ നോവലുകളാണ്. മനസ്സിലെ തീ മാത്രം, കാടിൻ്റെ സംഗീതം, നന്മ തിന്മകളുടെ വൃക്ഷം, പാപത്തറ, നിലാവറിയുന്നു, ഒടുവിലത്തെ സൂര്യകാന്തി, കാടിതു കണ്ടയോ കാന്ത, പുതുരാമായണം, രാമായണ കഥകൾ വീണ്ടും പറയുമ്പോൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചെറുകഥാ സമാഹാരങ്ങൾ. എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട നിരാലംബരായ മനുഷ്യരുടെ കഥ പറയുന്ന നോവലാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന ഒരു കൃതി കൂടിയാണ് ഇത്. തൃശ്ശൂർ നഗരത്തിൻ്റെ പുറമ്പോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരുണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറേ പാവം മനുഷ്യരുടെ കഥ. എന്നുകൂടി പറഞ്ഞാൽ, തൃശ്ശൂർ നഗരത്തിൻ്റെ പുറമ്പോക്കിൽ തള്ളപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരെ ആട്ടിയോടിക്കപ്പെട്ട അവരുടെ പ്രശ്നങ്ങളാണ് ഈ നോവലിൽ പറയുന്നത്. കുറേ പാവം മനുഷ്യരുടെ കഥയാണിത്. വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്നവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർചിത്രം ആലാഹയുടെ പെൺമക്കളിൽ കാണാം. വികസനത്തിൻ്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്നവർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും ഒരു നേർചിത്രം തന്നെയാണ് ഈ നോവൽ. 8 വയസ്സുകാരിയായ ആനിയിലൂടെയാണ് നോവൽ സംഭവങ്ങൾ ഇതിൽ വിരിയുന്നത്. ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ആനി. ആനിയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അവളുടെ അമ്മാമ്മ മറിയാമ്മയാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രം. കോക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ളത് മറിയാമ്മക്കാണ്. 8 മുറിയിലും അതിൻ്റെ 2 അറ്റത്തുമുള്ള ചായ്പുകളിലുമായി താമസിക്കുന്ന 10 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ യമണ്ടൻ വാറു എന്ന മുതലാളി ശ്രമം തുടങ്ങുമ്പോൾ 8 മുറിയുടെ ചരിത്രം ഓർത്തെടുക്കുകയാണ് മറിയാമ്മ ചേടത്തി. നേരുകാരൻ എറപ്പായിയുടെ അപ്പാപ്പൻ പത്രോസിൻ്റെ നേതൃത്വത്തിലാണ് കാടും പടലും പടർന്നു കിടക്കുന്ന ആ പ്രദേശം വെട്ടിവെളിപ്പിച്ചതും മുറികൾ ഓരോന്നായി വെച്ചു തുടങ്ങിയതും. അങ്ങനെ തലമുറകൾക്ക് മുമ്പ് താമസമാക്കിയ 8 മുറിക്കാരെയാണ് യമണ്ടൻ വാറു തൻ്റെ വാടകക്കാരായി ചിത്രീകരിക്കുന്നതും കുടിയൊഴിപ്പിക്കാൻ പരിശ്രമിക്കുന്നതും. ഇപ്പോൾ യമണ്ടൻ വാറുവിൻ്റെ സ്ഥലമൊന്നുമല്ല, അയാൾ കള്ള രേഖകൾ ഉണ്ടാക്കി കോക്കാഞ്ചിറക്കാരെ അവിടെ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിക്കുകയാണ്. കോക്കാഞ്ചിറയിൽ ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് യമണ്ടൻ വാറുവിൻ്റെ അപ്പാപ്പൻ ചുമ്മാർ ഉണ്ടാക്കിയ വീടാണ് 8 മുറി എന്നൊരു പുതിയ ഭാഷ്യം ചമച്ചുകൊണ്ടാണ് അവൻ എത്തുന്നത്. അതിനാവശ്യമായ രേഖകളും വാറുവും കൂട്ടരും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. യമണ്ടൻ വാറുവിൻ്റെ കുതന്ത്രങ്ങൾക്ക് നേരെ
പോരാടാൻ 8 മുറിയിലെ പെണ്ണുങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. ആണുങ്ങൾ മുഴുവനും കള്ളുകുടിയന്മാരാണ്. കള്ളു കുടിച്ച് കാലുറക്കാതെയാണ് അവർ നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കഥാപാത്രം ഈ നോവലിലുണ്ട്. ആനിയുടെ കുട്ടിപ്പാപ്പൻ. ഫ്രാൻസിസ് എന്നാണ് യഥാർത്ഥ നാമം. അറിവും പോരാട്ട വീര്യവും ഉള്ളിലുറഞ്ഞു കിടക്കുന്ന അയാളാകട്ടെ ക്ഷയരോഗബാധിതനാണ്. അവശനിലയിലാണ് കിടക്കുന്നത്. മറ്റുള്ള പുരുഷ കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ആനിയുടെ കുട്ടിപ്പാപ്പൻ. അറിവും പോരാട്ട വീര്യവും ഉള്ളിലുറഞ്ഞു കിടക്കുന്ന അയാൾ ഒരു ക്ഷയരോഗിയാണ്. 8 മുറിക്കാരെ വാടകക്കാരാക്കി നോട്ടീസ് നൽകിയും ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തിയും എമണ്ടൻ വാറുവിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ശ്രമങ്ങൾ തുടരുമ്പോൾ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരത്തിനൊരുങ്ങുകയാണ്. കോക്കാഞ്ചിറയെ രക്ഷിക്കാൻ തനിക്കാവുന്നത് ചെയ്യാൻ കുട്ടിപ്പാപ്പൻ തയ്യാറാണ്. അതിനായി പലർക്കും അദ്ദേഹം കത്തുകൾ എഴുതുന്നു. കത്തുകൾ എഴുതിക്കുന്നത് ആനിയെ കൊണ്ടാണ്. കുട്ടിപ്പാപ്പൻ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറമുള്ള ആനിയുടെ മനോധർമ്മ പ്രകടനങ്ങൾ ശ്രദ്ധേയമാണ്. AKGക്ക് എഴുതുന്ന കത്ത് കുട്ടിപ്പാപ്പൻ തന്നെയാണ് എഴുതുന്നത്. കത്തെഴുതുമ്പോഴും രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോഴും കുട്ടിപ്പാപ്പൻ്റെ ഭാഷ അച്ചടി ഭാഷയായി മാറുന്നുണ്ട്. ആനിക്കാകട്ടെ ഈ അച്ചടി ഭാഷയോട് ഇഷ്ടമല്ല. കുട്ടിപ്പാപ്പാനും അയാളുടെ നിരാഹാരത്തിന് പിന്തിരിപ്പിക്കാനെത്തുന്ന കൊച്ചച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ അച്ചടി വാക്കുകൾക്ക് നടുവിൽ ആനിക്ക് ശ്വാസം മുട്ടുന്നതായി സാറാ ജോസഫ് വർണ്ണിക്കുന്നുണ്ട്. 8 മുറിക്കാരെ ഒഴിപ്പിക്കുന്നതിനായി കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാൽ അതിന് വേണ്ടിവരുന്നില്ല. പള്ളിയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ 2 ഉപാധികളാണ് ഉണ്ടായിരുന്നത്. പെണ്ണുങ്ങൾ ചെല്ലരുതെന്നും പങ്കെടുക്കുന്ന ആണുങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ലെന്നും ഉപാധികൾ വെച്ചു. 2ഉം പരാജയമായിരുന്നു. ഇത് തങ്ങളുടെ പരാജയമാണെന്ന് മുൻകൂട്ടി കണ്ട കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾ അതിനെതിരെ ഒരു ഉപായം പ്രയോഗിക്കുന്നു. അതും പരാജയപ്പെടുന്നു. കോക്കാഞ്ചിറയിലെ ആണുങ്ങളുടെ എല്ലുറപ്പില്ലായ്മ മുതലെടുത്ത് കാര്യങ്ങൾ എമണ്ടൻ വാറുവിന് അനുകൂലമായി മാറുന്നു. കോക്കാഞ്ചിറക്കാരുടെ പരാജയത്തിന് പള്ളി തന്നെ വേദിയാവുകയാണ്. കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടെ വിട്ടുപോകുന്നത് ഹൃദയസ്പർശിയായി സാറാ ജോസഫ് അവതരിപ്പിക്കുന്നുണ്ട്. പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാൽച്ചുവട്ടിലാക്കും. കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാൻ അവർക്ക് കഴിയും എന്ന് കുട്ടിപ്പാപ്പൻ ഒരവസരത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെയല്ലാതാകും എന്ന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകൾ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത്. ആ നഷ്ടബോധമാണ് കോക്കാഞ്ചിറയെ അഗാധമായി സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. എമണ്ടൻ വാറു തൃശ്ശൂർക്കാരൻ മുതലാളിയാണ്. കോക്കാഞ്ചിറയിലെ 8 മുറിയിലെ താമസക്കാരെ വാടകക്കാരായി കണക്കാക്കി കള്ളരേഖ ചമച്ച് പള്ളിയെ സ്വാധീനിച്ച് എല്ലാവരെയും കുടിയിറക്കുന്നു. അപ്പോൾ തൃശ്ശൂരിലെ ഒരു മുതലാളിയാണ് കോക്കാഞ്ചിറയിലെ 8 മുറിക്കാരെ തൻ്റെ താമസക്കാരായി ചിത്രീകരിക്കുകയും കള്ളരേഖകൾ ഉണ്ടാക്കി പള്ളിയെ സ്വാധീനിച്ച് അവരെയെല്ലാം അവിടെ നിന്ന് കുടിയിറക്കുന്നു. കുടില ബുദ്ധിക്കാരനാണ് അദ്ദേഹം. ഒഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയവർ എവിടേക്ക് പോകുമെന്നറിയാതെ എന്തു തൊഴിൽ ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്താലും വേണ്ടിയില്ല, തനിക്ക് ഇതെല്ലാം സ്വന്തമാക്കിയാൽ മതി എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരനായ ഒരു കഥാപാത്രമാണ് എമണ്ടൻ വാറു. മറിയാമ്മ ചേടത്തി, ആനിയുടെ അമ്മാമ്മ. 8 മുറിയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വ്യക്തമായി അറിയാവുന്ന, ആരോടും തുറന്നടിച്ച് എന്തും സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ് മറിയമ്മ ചേടത്തി. മറിയം ചേടത്തി എന്നാണ് എല്ലാവരും അവരെ വിളിക്കുന്നത്. നല്ല ഓർമ്മശക്തിയാണ്. 8 മുറി രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാവുന്ന കോക്കാഞ്ചിറയിലെ ഒരു വനിതയാണ് അവർ. നേരുകാരൻ എറപ്പായി. നേരുകാരൻ എറപ്പായി 8 മുറിയിലെ ഒരു താമസക്കാരനാണ്. എറപ്പായിയുടെ അപ്പനായ
പത്രോസും അമ്മാമ്മയും ചേർന്നാണ് ഇന്നത്തെ എട്ടുമുറിയുടെ ആദ്യ രൂപം ഉണ്ടാക്കിയത്. ആനി ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. 8 വയസ്സുകാരിയാണ് ആനി. ആനിയിലൂടെയാണ് ഈ നോവലിൻ്റെ കഥ നടക്കുന്നത്. അവളുടെ അമ്മാമ്മയായിരുന്നു മറിയം ചേടത്തി. കോക്കാഞ്ചിറയിൽ ഉള്ളവരെ എമണ്ടൻ വാറു കള്ളരേഖകൾ ഉണ്ടാക്കി കുടിയൊഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നതിൽ ആനിക്കും ഒരു പങ്കുണ്ട്. കുട്ടിപ്പാപ്പൻ പലർക്കായി കത്തുകൾ എഴുതുമ്പോൾ ആ കത്തുകൾ എഴുതുന്നത് ആനിയായിരുന്നു. ആനിയുടെ മനോധർമ്മം കത്തുകൾ എഴുതുമ്പോഴുള്ള മനോധർമ്മം വ്യക്തമായി നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടിപ്പാപ്പൻ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് അച്ചടി ഭാഷ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. കുട്ടിപ്പാപ്പൻ രാഷ്ട്രീയവും ചരിത്രവും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷയിലേക്ക് മാറുന്നുണ്ട്. കുട്ടിപ്പാപ്പനും പള്ളിയിലച്ഛനും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അച്ചടി ഭാഷ വരുമ്പോൾ അതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നതായി അനുഭവിക്കുന്നുണ്ട് ആനി. അടുത്ത കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ. ഫ്രാൻസിസ് എന്നാണ് യഥാർത്ഥ പേര്. കോക്കാഞ്ചിറയിലെ മദ്യപിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം. ആനിയുടെ കുട്ടിപ്പാപ്പൻ്റെ യഥാർത്ഥ പേര് ഫ്രാൻസിസ് എന്നാണ്. അറിവും പോരാട്ടവീര്യവും ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. കോക്കാഞ്ചിറ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോൾ നിരാഹാരം കിടക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. എന്നാൽ അത് വേണ്ടി വരുന്നില്ല. AKG ഉൾപ്പെടെയുള്ളവർക്ക് അദ്ദേഹം കത്തുകൾ എഴുതുന്നു. പണമുള്ളവർ അതിനെ ഉപയോഗിച്ച് എന്തിനേയും കാൽച്ചുവട്ടിലാക്കും, അത് കോക്കാഞ്ചിറയെ തന്നെ തുടച്ചു നീക്കും എന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ കോക്കാഞ്ചിറ ഇല്ലാതാകുമെന്നാണ് കുട്ടിപ്പാപ്പൻ പറയുന്നത്. പഠന പ്രവർത്തനങ്ങളിലേക്ക് പോയാലോ? കുടിയിറക്കപ്പെടുന്നവരുടെ ജീവിതത്തെ പാഠഭാഗം എത്രമാത്രം പ്രതിഫലിക്കുന്നുണ്ട് ചർച്ച ചെയ്യുക. കുടിയിറക്കപ്പെടുന്നവരുടെ ജീവിതം തന്നെയാണ് സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത്. കോക്കാഞ്ചിറ എന്ന ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. 8 മുറിക്കാരെ എമണ്ടൻ വാറുവിൻ്റെ നേതൃത്വത്തിൽ കള്ളരേഖകൾ ഉണ്ടാക്കി അവിടെ നിന്ന് കുടിയിറക്കപ്പെടുന്ന കാഴ്ചയാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത്. ഇത് ഒന്ന് ചെറുതായി വിശദീകരിച്ച ഉത്തരം ആവുന്നതാണ്. തൃശ്ശൂരിൻ്റെ പ്രാദേശിക ഭാഷ വളരെ ഭംഗിയായി ഈ നോവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും കുട്ടിപ്പാപ്പൻ എന്ന് പറയുന്ന ചോദ്യം. രോഗക്കിടക്കിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞു. അത് കൃത്യമായി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തനിയെ എഴുതാവുന്നതാണ്. അതെല്ലാവരും പഠിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരിക്കും. കോക്കാഞ്ചിറയിലെ സ്ത്രീകളുടെ ജീവിതത്തെ നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അവരുടെ പ്രതിഷേധവും നിസ്സഹായതയും അതിജീവന പ്രവണതയും ഈ നോവൽ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു പരിശോധിക്കുക. ആനി എന്ന പെൺകുട്ടിയിലൂടെയാണ് ഈ നോവൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറിയം ചേടത്തി, 8 മുറി ചരിത്രം മുഴുവൻ അറിയാവുന്ന മറിയം ചേടത്തി, എമണ്ടൻ വാറു 8 മുറി കള്ളരേഖകൾ ഉണ്ടാക്കി കുടിയിറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് പ്രതിരോധിക്കാനായിട്ട് കോക്കാഞ്ചിറയിലെ സ്ത്രീകൾ തയ്യാറാവുന്നുണ്ട്. 2 ഉപാധികളാണ് പള്ളിയുടെ നേതൃത്വത്തിൽ വെക്കുന്നത്. ഒന്ന്, സ്ത്രീകൾ ചർച്ചയുടെ സമയത്ത് അങ്ങോട്ട് എത്താൻ പാടില്ല എന്നാണ്. മറ്റൊന്ന്, പുരുഷന്മാരാരും കള്ളു കുടിക്കാതെ എത്തണമെന്നതായിരുന്നു. ഇത് രണ്ടും കോക്കാഞ്ചിറക്കാരുടെ പരാജയമാണ്, അല്ലെങ്കിൽ 8 മുറിക്കാരുടെ പരാജയമാണെന്ന് മനസ്സിലാക്കിയ സ്ത്രീകൾ ഒരു തന്ത്രത്തിലൂടെ തങ്ങൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടാവുന്നത്. 8 മുറിയിലെ പെണ്ണുങ്ങൾ രഹസ്യമായി കൂടിയാലോചിക്കുന്നുണ്ട്. കുടിച്ചോട്ടെ, അവർ തീരുമാനിച്ചു. കുടിച്ചിട്ട് പോയാൽ മതി പള്ളിയിലേക്ക്. അവിടെ ചെന്ന് 4 വർത്തമാനം പറയാനുള്ളത്. 8 മുറിയിലെ പുരുഷന്മാർ കുടിച്ചാൽ മാത്രമേ 4 വർത്തമാനം പറയാൻ പറ്റുമുള്ളെന്ന് വിചാരിച്ച് കുടിച്ചിട്ട് പോയാൽ മതിയെന്നാണ് 8 മുറിയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ പറയുന്നത്. 8 മുറിയിലെ പെണ്ണുങ്ങൾ ഞായറാഴ്ച ചീരാച്ചി ഷാപ്പിലെത്തുന്നതും അവിടെ നിന്ന് കള്ളു കുപ്പി വാങ്ങിക്കൊണ്ട് വരുന്നതുമായ ഒരു കാഴ്ച ഈ നോവലിൽ കാണാവുന്നതാണ്. ഓരോ പെണ്ണുങ്ങളും 4 കുപ്പി കള്ളുമായാണ് ചീരാച്ചി ഷാപ്പിൽ നിന്ന് പോരുന്നത്. അല്ലിക്കള്ള് വയറ്റിൽ കിടന്നിട്ട് വാറുവിനോടോ പള്ളിയച്ഛനോടോ കമാന്നൊരക്ഷരം മിണ്ടാൻ അവർക്കാകുന്നില്ല. അങ്ങനെ ആ മധ്യസ്ഥ ശ്രമത്തിൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടാവുന്നത്. കോക്കാഞ്ചിറയിലെ സ്ത്രീകളുടെ
പ്രതിഷേധവും നിസ്സഹായതയും അതിജീവന പ്രവണതയും എല്ലാം ഈ നോവൽ വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട്. ഈ നോവലിൽ പ്രാദേശിക ഭാഷ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടിപ്പാപ്പനും അതുപോലെ കൊച്ചച്ഛനും തമ്മിൽ സംസാരിക്കുമ്പോൾ, അച്ചടി ഭാഷ സംസാരിക്കുമ്പോൾ ആനിക്ക് അത് ഇഷ്ടമാകുന്നില്ല. അച്ചടി വാക്കുകൾക്ക് നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു എന്നാണ് എഴുത്തുകാരി പറയുന്നത്. പൊതുവെ അച്ചടി വാക്കുകൾ ആനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രമല്ല, അവ പറയാൻ കൈകൊട്ടി ശ്വാസം പിടിച്ച് നിൽക്കണമെന്നാണ് ആനിയുടെ തോന്നൽ. അതേ തുടർന്ന് അവൾ അവിടെ നിന്ന് പുറത്തു കടക്കുന്നുണ്ട്. പരീക്ഷയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമായിട്ട് വേണം ഈ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗത്തെ കാണാൻ. ഒരു ഉപന്യാസ ചോദ്യം ഇതിന് ചോദിക്കാവുന്നതാണ്. എല്ലാവരും വ്യക്തമായി ക്ലാസ് കേൾക്കുക, അതനുസരിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ചെയ്തു നോക്കുക. പരീക്ഷ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. അടുത്തൊരു ക്ലാസ്സുമായി ഉടനെ കാണും വരെ നന്ദി. താങ്ക് യു.